നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God, Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിയുക്ത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിനെ സന്ദർശിച്ച് വയനാട് MP പ്രിയങ്ക ഗാന്ധി. ലോക ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26-ന് 2 മില്യൺ പ്ലഡ്ജ് സംഘടിപ്പിക്കാൻ ഒരുങ്ങി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത്. കായിക വകുപ്പ് സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ സന്ദേശയാത്ര മെയ് 8-ന് കോഴിക്കോട് ജില്ലയിൽ. പച്ചക്കറി ഫലവർഗ കൃഷിയിൽ നൂറുമേനി വിളയിച്ച് നരുക്കിനിയിലെ സുബൈർ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. നിയുക്ത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിനെ വയനാട് MP പ്രിയങ്ക ഗാന്ധി സന്ദർശിച്ചു. മലാപ്പറമ്പ് ബിഷപ്പ് ഹൌസിലെത്തിയ MP-യെ ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ പൊന്നാടി അണിയിച്ച് സ്വീകരിച്ചു. അതിരൂപതയായി ഉയർത്തപ്പെട്ട കോഴിക്കോടിന്റെ ആദ്യ മെത്രാപ്പൊലീത്തയായ വർഗീസ് ചക്കാലക്കലിനെ ആശംസ അറിയിക്കാൻ മലാപ്പറമ്പിലെ ബിഷപ്പ് ഹൌസിൽ പ്രിയങ്ക ഗാന്ധി MP എത്തി. പ്രിയങ്കയെ പൊന്നാടി അണിയിച്ചുകൊണ്ട് വർഗീസ് ചക്കാലക്കൽ സ്വീകരിച്ചു. മോൻ ജെൻസൺ പുത്തൻ വീട്ടിൽ പ്രിയങ്കയെ പൂമാലയണിയിച്ച് സ്വീകരിച്ചു. MP-മാരായ കൊടിക്കുന്നിൽ സുരേഷ്, MK രാഘവൻ, ഷാഫി പറമ്പിൽ, MLA-മാരായ T സിദ്ദിഖ്, AP അനിൽകുമാർ, DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ, K ജയന്ത്, KC അബു, KM അഭിജിത്ത് തുടങ്ങിയ നേതാക്കളും എത്തിയിരുന്നു. ബിഷപ്പ് തന്റെ സ്ഥാനാരോഹണ ചടങ്ങിനും പ്രിയങ്ക ഗാന്ധിയെ ക്ഷണിച്ചു. ഉറപ്പായും ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുമെന്ന് ബിഷപ്പിന് ഉറപ്പു നൽകിയാണ് പ്രിയങ്ക ഗാന്ധി MP മടങ്ങിയത്. പ്രിയങ്കയുടെ മണ്ഡലമായ വയനാടും കോഴിക്കോട് അതിരൂപതയുടെ കീഴിലാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലോക ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26-ന് ലഹരിക്കെതിരെ 2 മില്യൺ പ്ലഡ്ജ് സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത്. ഇതിന്റെ വിളംബരമായി കോഴിക്കോട് നഗരത്തിൽ ജനപ്രതിനിധികൾ നൈറ്റ് മാർച്ച് നടത്തി. മേയർ ബീന ഫിലിപ്പ് ഫ്ലാഗ് ഓഫ് ചെയ്തു. ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ ജില്ലാ പഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന 2 മില്യൺ പ്ലഡ്ജ് ലഹരി വിരുദ്ധ ജനകീയ മുന്നേറ്റത്തിന്റെയും ബോധവൽക്കരണ ക്യാമ്പയിന്റെയും പ്രചരണാർത്ഥം ജനപ്രതിനിധികളുടെ നൈറ്റ് മാർച്ച് നടത്തി. വൈകിട്ട് 7-ന് മുതലക്കുളം മൈതാനിയിൽ നിന്നും ആരംഭിച്ച മാർച്ച് പുതിയ സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. മേയർ ബീന ഫിലിപ്പ് ഫ്ലാഗ് ഓഫ് ചെയ്തു. MLA-മാരായ അഹമ്മദ് ദേവർകോവിൽ, PTA റഹീം, KM സച്ചിൻ ദേവ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി, സിറ്റി പോലീസ് കമ്മീഷണർ T നാരായണൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P ഗവാസ്, സെക്രട്ടറി TG അജീഷ്, പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ KT ശേഖർ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ സെക്രട്ടറി MP ബാബു, ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ സെക്രട്ടറി PG ജോർജ്, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ P സുരേന്ദ്രൻ, VP ജമീല, PP നിഷ, KV റീന എന്നിവർ നേതൃത്വം നൽകി. ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ 1000-ഓളം ജനപ്രതിനിധികൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മന്ത്രി V അബ്ദുറഹിമാന്റെ നേതൃത്വത്തിൽ കായിക വകുപ്പ് സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ സന്ദേശയാത്ര മെയ് 8-ന് കോഴിക്കോട് ജില്ലയിലെത്തും. യാത്രയുടെ ഭാഗമായി വിവിധ പരിപാടികൾ ഉൾപ്പെടുത്തി ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്ന് കോഴിക്കോട് ജില്ലാ സ്പോർട്സ് കൗൺസിൽ അറിയിച്ചു. 4 ഗ്രൗണ്ടുകൾ മന്ത്രി സന്ദർശിക്കും. അതൊന്ന് അമ്പായത്തോടാണ്, ഒന്ന് താമരശ്ശേരി ഹൈസ്കൂൾ ഗ്രൗണ്ട്. അത് കഴിഞ്ഞ് ഉച്ചഭക്ഷണം കഴിഞ്ഞതിന് ശേഷം 3 മണിക്ക് പറമ്പിൽ ബസാറിൽ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് സന്ദർശിക്കും.
അത് കഴിഞ്ഞതിന് ശേഷം ക്രിസ്ത്യൻ കോളേജ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചാണ് നമ്മളെല്ലാവരും അസംബിൾ ചെയ്ത് അവിടെ എല്ലാ ആളുകളും ചേർന്ന് ഒരു 2000-2000 ആളുകളാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് മാനാഞ്ചിറ മൈതാനിയിലാണ് ഈ വാക്കത്തോൺ അവസാനിക്കുന്നത്. അവിടെയാണ് കോഴിക്കോട് ജില്ലയുടെ സമാപനം നടത്തുന്നത്. കിക്ക് ഡ്രഗ്സ് സേ യെസ് ടു സ്പോർട്സ് എന്ന മുദ്രാവാക്യമുയർത്തിയാണ് മന്ത്രി വി അബ്ദുറഹിമാന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സന്ദേശ യാത്ര നടത്തുന്നത്. യാത്രയോടനുബന്ധിച്ച് മെയ് 8-ന് കോഴിക്കോട് ജില്ലയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. താമരശ്ശേരി അടിവാരം മുതൽ ചുങ്കം വരെ മാരത്തോൺ, ചുങ്കം മുതൽ താമരശ്ശേരി ബസ് സ്റ്റാൻഡ് വരെ വാക്കത്തോൺ, കോഴിക്കോട് നഗരത്തിൽ 2ാം ഘട്ട വാക്കത്തോൺ, വിവിധ കായിക പ്രദർശനങ്ങൾ എന്നിവ നടത്തും. മാനാഞ്ചിറ ബാസ്കറ്റ്ബോൾ കോർട്ടിൽ ലഹരി വിരുദ്ധ സന്ദേശയാത്രയുടെ ജില്ലാതല പരിപാടികൾക്ക് സമാപനമാകും. MLA-മാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജനപ്രതിനിധികൾ, സ്പോർട്സ് കൗൺസിൽ ഭാരവാഹികൾ, കായിക താരങ്ങൾ എന്നിവർ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പച്ചക്കറി കൃഷിയിലും ഫലവർഗ്ഗങ്ങളിലും നൂറുമേനി വിളയിച്ച് നരുക്കിനിയിലെ സുബൈർ എന്ന കർഷകൻ പിതാവിൽ നിന്നും സ്വായത്തമാക്കിയ കൃഷി അറിവുകൾ പ്രയോഗിച്ചാണ് സുബൈറിന്റെ കൃഷി. 50 ഏക്കറോളം സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത്. നരുക്കിനി പഞ്ചായത്തിലെ 3-ാം വാർഡ് മൂർഖൻകുണ്ട് തലക്കോട്ട് സുബൈറാണ് 50 സെന്റ് സ്ഥലത്ത് പപ്പായ, മഞ്ഞവത്തക്ക, കറാച്ചി വത്തക്ക, പച്ചമുളക്, വെള്ളരി തുടങ്ങിയവ കൃഷി ചെയ്യുന്നത്. പപ്പായയിൽ റെഡ് ലേഡിയാണ് 50 ഏക്കറോളം സ്ഥലത്ത് കൃഷി ചെയ്തു വരുന്നത്. പിതാവിൽ നിന്നും കൃഷി ഏറ്റെടുത്ത സുബൈർ പശു, താറാവ്, മത്സ്യങ്ങൾ, ആട് എന്നിവയെയും വളർത്തുന്നുണ്ട്. 100 ചിലാണം നരട് പപ്പായത്തയുണ്ട്. റെഡ് മോളി പറഞ്ഞ 2 ഐറ്റംസാണ്, നീളമുള്ളതും ഉരുണ്ടതുമായിട്ട്. ഈ സമയത്ത് നല്ല വിലയും കിട്ടുന്നുണ്ട്. നമ്മൾ കൃഷി ഓഫീസറെയും മറ്റുള്ള എല്ലാ കൃഷി ഓഫീസിലെ എല്ലാവരുടെയും നമ്മുടെ പിന്നിലുള്ള നമ്മളെ കൊണ്ട് ചെയ്യിച്ചിട്ടുള്ള കൃഷിയാണ്. അതുകൊണ്ട് നല്ലോണം വിളവെടുപ്പുണ്ടായിട്ടുണ്ട്. കൃഷിയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും സേവനങ്ങൾക്കും ആവശ്യമുള്ളവർ 9645120268 എന്നീ നമ്പറിൽ സുബൈറിനെ ബന്ധപ്പെടാം. ന്യൂസ് ബ്യൂറോ, നരുക്കുനി. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും കിച്ചൺ അപ്ലയൻസസിന്റെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന കളക്ഷനുമായി നടക്കാവിൽ മൈജി ഫ്യൂച്ചർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാ പർച്ചേസുകൾക്കും മികച്ച ഓഫറുകളും മറ്റെങ്ങുമില്ലാത്ത വിലക്കുറവും എന്ന നിങ്ങളുടെ ആഗ്രഹം ഇനി നടക്കാവിൽ നടക്കും. നടക്കാവിൽ ഒരു പുതിയ മൈജി സ്റ്റോർ വന്നിരിക്കുകയാണ്. മൈജിയുടെ വിജയങ്ങളുടെ യാത്ര തുടരുന്നത് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. നടക്കാവ് മൈജി ഫ്യൂച്ചറിലെത്തൂ. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന പ്രോഡക്ട്സ് സ്വന്തമാക്കൂ. നടക്കാവിൽ ഇനി എല്ലാം നടക്കും. മൈജി ഫ്യൂച്ചർ, നടക്കാവിൽ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. സൂഫിയാനയും വേൾഡ് മലയാളി ഫെഡറേഷനും സംയുക്തമായി കുറ്റ്യാടിയിൽ സൂഫി സംഗീത രാവ് നടത്തി. ഷാജുബായി ശാന്തിനികേതൻ ഉദ്ഘാടനം ചെയ്തു. വേൾഡ് മലയാളി ഫെഡറേഷനും സംയുക്തമായി കുറ്റ്യാടിയിൽ സൂഫി സംഗീതരാവ് സംഘടിപ്പിച്ചു. മതവൈരവും രാഷ്ട്രീയ കലഹവും ലഹരിയുടെ ഉപയോഗവും കൊണ്ട് കലുഷിത കാലത്ത് മനുഷ്യന്റെ സ്നേഹത്തിലും സൗഹൃദത്തിലും പെരുമാറുന്നവരായി മാറാൻ സൂഫി സംഗീതരാവ് പ്രചോദനമാവണമെന്ന് ഉദ്ഘാടകൻ ഷാജുബായ് ശാന്തി നികേതൻ പറഞ്ഞു.
ആത്മാന്വേഷികളായവർക്ക് ഹൃദയശാന്തിയും സ്വസ്ഥതയും പകരുന്നതാണ് സൂഫി സംഗീതമെന്ന് മുഖ്യപ്രഭാഷകൻ അഹമ്മദ് മൂന്നാം കൈ പറഞ്ഞു. സെറ്റ് സൽമാൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ AC അബ്ദുൽ മജീദ്, വേൾഡ് മലയാളി ഫെഡറേഷൻ ഗ്ലോബൽ ട്രഷറർ VM സിദ്ദീഖ്, ബാലൻ അമ്പാടി എന്നിവർ ആശംസകൾ നേർന്നു. കൺവീനർ നാസർ തയ്യുള്ളതിൽ സ്വാഗതവും ഹാഫിസ് പൊന്നേരി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കുറ്റ്യാടി. ഭൂമിയിലെ കാലാവസ്ഥാ വ്യതിയാനത്തിനു വരെ കാരണമാകുന്ന സൂര്യനിലെ കറുത്ത പൊട്ടുകൾ പോലെ കാണപ്പെടുന്ന സൂര്യകളങ്കങ്ങളെക്കുറിച്ചാണ് ഇനി. സൺസ്പോട്ടുകൾ എന്നും ഇവ അറിയപ്പെടുന്നു. അമേച്ചർ വാന നിരീക്ഷകൻ സുരേന്ദ്രൻ പുന്നശ്ശേരി പകർത്തിയ ദൃശ്യങ്ങളിലേക്ക്. സൂര്യന് നടുവിൽ കാണുന്ന ആ കറുത്ത പൊട്ടുകളാണ് സൂര്യകളങ്കങ്ങൾ അഥവാ സൺസ്പോട്ടുകൾ. ഭൂമിയിൽ നിന്നും നോക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണെങ്കിലും ഭൂമിയുടെ 7 മടങ്ങ് വലിപ്പമുണ്ട് ആ കറുത്ത ഭാഗങ്ങൾക്ക്. ഈ മെയ് മാസത്തിൽ ആദ്യത്തെ ആഴ്ചകളിൽ മുൻപുണ്ടായതിനേക്കാൾ അസാധാരണ വലിപ്പത്തിൽ സൂര്യകളങ്കങ്ങൾ ഭൂമിയിലുള്ളവർക്ക് കാണാൻ കഴിയും. നേരിട്ടല്ലാതെ ഫിൽട്ടറിന്റെ സഹായത്തോടെ മാത്രം. ശാസ്ത്രലോകത്തിന് എന്നും അത്ഭുതപ്പെടുത്തുന്ന സൂര്യനിലെ ഈ ഇരുണ്ട ഇടങ്ങളെക്കുറിച്ച് നിരന്തരം പഠനങ്ങളും നിരീക്ഷണങ്ങളും നടത്തുകയാണ് ശാസ്ത്രജ്ഞരും വാനനിരീക്ഷകരും. ഭൂമിയിലെ കാലാവസ്ഥാ വ്യതിയാനത്തിന് വരെ സൂര്യകളങ്കങ്ങൾ കാരണമാകുന്നു എന്നാണ് അമേച്ചർ വാനനിരീക്ഷകനും ആസ്ട്രോ കോളമിസ്റ്റുമായ സുരേന്ദ്രൻ പുന്നശ്ശേരി വിശദീകരിക്കുന്നത്. നമുക്കറിയാം, സൂര്യന്റെ ഉപരിതലം അതിശക്തമായ പ്ലാസ്മ പ്രവർത്തനം കൊണ്ട് സജീവമാണ്. ഇത്തരം പ്ലാസ്മയ്ക്ക് ഏതാണ്ട് 5000 മുതൽ 6000 വരെ ഡിഗ്രി കെൽവിൻ ഊഷ്മാവുണ്ടാവും. ഈ സ്ഥലത്ത് അത്ര തന്നെ ചൂടില്ലാത്ത ചില പ്രത്യേക ഭാഗങ്ങളാണ് ഇരുണ്ട ഭാഗങ്ങളായിട്ട് അറിയപ്പെടുന്നത്. ഇവിടെ അവിടെ കാന്തമണ്ഡല ചുഴികൾ ഉണ്ടാവുന്നുവെന്നും അതിൽ സൗര പാർട്ടിക്കിളുകൾ, ചാർജ് പാർട്ടിക്കിൾ പുറത്തേക്ക് തെറിക്കുന്നുവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ചാർജ് കണങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ റേഡിയോ കമ്മ്യൂണിക്കേഷനെ തകരാറിലാക്കാൻ ഇവയ്ക്ക് കഴിയും. വൈദ്യുത ടവറുകളിൽ ഒഴുകുന്ന കരണ്ടിനെ അത് സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സമയത്ത് പവർ കട്ട് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ഭൂമിയിലെ കാലാവസ്ഥാ വ്യതിയാനത്തിന് വരെ സൗരകളങ്കങ്ങൾ കാരണമാവുന്നു എന്നുള്ളതാണ്. ഓരോ 11 വർഷം കൂടുമ്പോഴും ഇതിന്റെ എണ്ണം കൂടിക്കൂടി വരികയാണ്. അപ്പൊ അതൊരു സൈക്ലിക് ഓർഡറിലാണ്. അപ്പൊ ഇത് 25ാമത്തെ സൈക്കിളാണ്. അത് തുടങ്ങിയിട്ട് ഏതാനും വർഷങ്ങളായി. ഇന്ത്യയുടെ ബഹിരാകാശ പേടകമായ ആദിത്യ ഉൾപ്പെടെ നിരവധി ബഹിരാകാശ പേടകങ്ങൾ സൺസ്പോട്ടുകളെ കുറിച്ച് പഠനങ്ങൾ നടത്തുന്നു. മനോഹരമായ ഒരു പ്രകൃതി പ്രതിഭാസം എന്നതിലുപരി ശാസ്ത്രലോകത്തിന് പഠിക്കാൻ നിരവധി വസ്തുതകൾ അടങ്ങിയതാണ് സൂര്യകളങ്കങ്ങൾ. ഈ വർഷത്തെ ഇതുവരെ ഉണ്ടായതിൽ ഏറ്റവും വലിപ്പമേറിയ AR4079 എന്ന സാങ്കേതിക നാമത്തിൽ അറിയപ്പെടുന്ന സൂര്യകളങ്കമാണ് മെയ് ആദ്യവാരം നമുക്ക് കാണാനാകുക. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിക്കുന്ന വർണ്ണകൂടാരം പദ്ധതി ദർശനം സാംസ്കാരിക വേദിയിൽ ആരംഭിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം ചൂലൂർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളിൽ വായനാശീലം വളർത്തി സാഹിത്യ തിന്മകളിൽ നിന്ന് അകറ്റി നിർത്താനും നല്ല പൗരന്മാരാക്കാനും ലക്ഷ്യമിട്ട് കേരള സംസ്ഥാന ലൈബ്രറി കൗൺസിൽ രൂപം നൽകിയ വർണ്ണകൂടാരം പദ്ധതി കാളാണ്ടിത്താഴം ദർശനം സാംസ്കാരിക വേദിയിൽ തുടങ്ങി. കോഴിക്കോട് ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം ചൂലൂർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മലയാളത്തില് ബോർഡുകളൊക്കെ ഇംഗ്ലീഷിലാണ്, അടിയിൽ മലയാളം വേണം, നിർബന്ധമാണ്. അങ്ങനെ നിർബന്ധം വെച്ചിട്ട് നമ്മൾ ഇപ്പോഴും ഇംഗ്ലീഷിലെ ബോർഡ് കഴിയും. ഒരു നിയമം വന്നിട്ടുണ്ട്, ഇത് കർശനമായി നടപ്പിലാവുമെന്നാണ് പറയാൻ പോകുന്നത്. ബോർഡുകൾ മാറ്റിയിട്ടില്ലെങ്കിൽ 5000 രൂപ മേലോട്ട് 1,00,000 രൂപ വരെ ഫയലിൽ ഇടാൻ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരാൻ പോകും. അപ്പൊ മലയാളം ഇംഗ്ലീഷും വേണം. മലയാളം എന്തായാലും നിർബന്ധമാണ്. മറ്റൊരു ഇംഗ്ലീഷ് രണ്ടോ ഹിന്ദിയോ ഒക്കെ ആവാം, പക്ഷെ മലയാളം നിർബന്ധമായിട്ട് വേണം. 16ാം വാർഡ് കൗൺസിലർ MP ഹമീദ് അധ്യക്ഷനായി. ദർശനം ബാലവേദി മെന്റർമാരായ P തങ്കം, P ജസീലുദ്ദീൻ, കലാകാരനും മുൻ അധ്യാപകനുമായ ND ഉണ്ണികൃഷ്ണൻ,
വനിതാവേദി പ്രവർത്തക പ്രസന്ന നമ്പ്യാർ എന്നിവർ പ്രസംഗിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനറും കേരള എഡ്യൂക്കേഷൻ കൗൺസിൽ ഡയറക്ടറുമായ കല്ലറയ്ക്കൽ സതീശൻ സ്വാഗതവും ദർശനം ഗ്രന്ഥശാല സെക്രട്ടറി ടി.കെ. സുനിൽകുമാർ നന്ദിയും പറഞ്ഞു. ആടാം പാടാം പരിപാടിയുമായി പ്രമുഖ നാടക സംവിധായകനും നടനുമായ കെ.വി. വിജേഷ് ഒന്നാം സെഷൻ കൈകാര്യം ചെയ്തു. മെയ് 5 മുതൽ 25 വരെ നീണ്ടുനിൽക്കുന്ന ക്യാമ്പിൽ കാർഷിക സംസ്കൃതി, കഥാ കവിതാ രചന, ആസ്വാദനം, ഒറിഗാമി, പാവനിർമ്മാണം, ക്ലേ മോഡലിംഗ്, ജല അറിവ്, മണ്ണറിവ്, വരച്ചു പഠിക്കാം, കുരുത്തോല കളരി, നീന്തൽ പരിശീലനം, കുട്ടികളുടെ മനഃശാസ്ത്രം, ലഹരിക്കെതിരെയുള്ള ഉണർത്തുപാട്ടുകൾ, യോഗ, ധ്യാന പരിശീലനങ്ങൾ, നാടകാവതരണം, പൂമ്പാറ്റയും കുട്ടികളും തുടങ്ങിയ വിഷയങ്ങളിൽ അതാതു രംഗത്തെ വിദഗ്ധർ പരിശീലകരായി എത്തുമെന്ന് സെക്രട്ടറി ടി.കെ. സുനിൽകുമാർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. വെസ്റ്റ് മാഹി റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ദശവാർഷികം ആഘോഷിച്ചു. ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്, ഘോഷയാത്ര, കലാപരിപാടികൾ എന്നിവയോടെയാണ് വാർഷികാഘോഷം നടത്തിയത്. വെസ്റ്റ് മാഹി റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ദശവാർഷികം 2025 മെയ് 4 വിവിധയിനം പരിപാടികളോടുകൂടി ആഘോഷിച്ചു. ഘോഷയാത്രയും വിവിധയിനം കലാപരിപാടികളും ആഘോഷ കമ്മിറ്റി അവതരിപ്പിച്ച നാടകവും അരങ്ങേറി. പ്രശസ്ത കവിയത്രിയും സാഹിത്യകാരിയുമായ ഡോക്ടർ E.P. ജ്യോതി ഉദ്ഘാടനം ചെയ്തു. നമ്മളൊക്കെ ജീവിക്കുന്ന ഈ ഒരു വർത്തമാന കാലത്ത് ഏറെ പ്രസക്തമാകുന്നു ഓരോ റെസിഡൻസ് അസോസിയേഷന്റെ ഉദയവും വളർച്ചയും. സത്യത്തിൽ എന്തിനാണ് അസോസിയേഷൻ എന്നതിൻ്റെ ഏറ്റവും നല്ല ഉത്തരം, ഒരു അസോസിയേഷൻ രൂപീകരിക്കപ്പെട്ട് അതിൻ്റെ മുന്നോട്ടുള്ള വഴികളിൽ അതിലെ ഓരോ അംഗവും എത്രത്തോളം കർമ്മനിരതരാകുന്നു എന്നതാണ്. രാവിലെ നടന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് മാറാട് SHO ബെന്നി ലാലു ഉദ്ഘാടനം ചെയ്തു. ബീറ്റ് ഓഫീസർ ബിജു പേരാമ്പ്ര ക്ലാസ് എടുത്തു. ഡിവിഷൻ കൗൺസിലർ സുരേഷ് കൊല്ലരുത്ത്, ബീറ്റ് ഓഫീസർമാരായ ശ്രീജിത്ത്, പ്രജീഷ്, റെസിഡൻസ് കോർഡിനേഷൻ സെക്രട്ടറി ഷഫീഖ് അരക്കിണർ, മോഹനൻ V, ആദർശ് PV, വിപിൻ, ഷിനിൽ NB, ഷിജിത്ത്, ഷൈജു M തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഉന്നത വിദ്യാഭ്യാസ സാധ്യതകളെ കുറിച്ചറിയാൻ മെറ്റാഫിസ് നടത്തുന്ന എഡ്യൂകഡക്ട് എഡ്യൂക്കേഷൻ ആൻഡ് കരിയർ എക്സ്പോ മെയ് 7 മുതൽ 12 വരെ കേരളത്തിൽ വിവിധ ജില്ലകളിൽ നടത്തും. മെയ് 8 BM ഗേൾസ് HSS ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന എക്സ്പോ മേയർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്യും. കുട്ടികൾ നമ്മൾ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ 12th, അത് കഴിഞ്ഞ് ഡിഗ്രി സ്റ്റുഡൻസ്, സ്പെഷ്യലി പഠിത്തം കഴിഞ്ഞവരോ അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസ് നോക്കുന്നവരോ അല്ലെങ്കിൽ ജോബ് നോക്കുന്നവർക്കോ വേണ്ടിയിട്ടുള്ള ഒരു അസിസ്റ്റൻസ് ആണ്. ഇതിനുവേണ്ടി നമ്മൾ കുട്ടികൾക്ക് കുറച്ച് കാര്യങ്ങൾ അവിടെ ഈ കരിയർ ലാബ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഈ കരിയർ ലാബ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ സൈക്കോമെട്രിക് ടെസ്റ്റ് ഫ്രീ ആയിട്ട് കുട്ടികൾക്ക് സൈക്കോമെട്രിക് ടെസ്റ്റ് കൊടുക്കും അവിടെ വരുന്ന കുട്ടികൾക്ക്. അതിൽ നിന്നും അവർക്ക് അവരുടെ ഫ്യൂച്ചറിലേക്ക് ഏത് പാത്ത് തിരഞ്ഞെടുക്കണം എന്നുള്ളതും, പിന്നെ കുറേ യൂണിവേഴ്സിറ്റീസ് കേരളത്തിൽ നിന്നും കേരളത്തിന് പുറത്തും ഇന്ത്യയുടെ പുറത്തുനിന്നും കുറച്ച് യൂണിവേഴ്സിറ്റീസ് വരുന്നുണ്ട്. അവർ ഫ്രീ ഗൈഡൻസും പ്ലസ് അഡ്മിഷൻ പ്ലാറ്റ്ഫോമും കൂടെ ഉണ്ടായിരിക്കും.
വിദ്യാർത്ഥികൾക്കും പ്രൊഫഷണലുകൾക്കും മാതാപിതാക്കൾക്കും അനുയോജ്യമായ അനുഭവങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകുന്നതിനായാണ് എഡ്യൂക്കേഷൻ ആൻഡ് കരിയർ എക്സ്പോ നടത്തുന്നത്. എക്സ്പേർട്ട് സെഷനുകൾ, സെമിനാറുകൾ, കരിയർ ഗൈഡൻസുകൾ, അഡ്മിഷൻ പ്ലാറ്റ്ഫോം ആൻഡ് കരിയർ ലാബ്, ലക്കി ഡ്രോ, പ്രിൻസിപ്പൽ ആൻഡ് മാനേജർ സമ്മിറ്റ് തുടങ്ങിയവ എക്സ്പോയിലുണ്ടാകും. കോഴിക്കോട്ട് മെയ് 8-നാണ് എക്സ്പോ സംഘടിപ്പിക്കുന്നത്. ഉദ്ഘാടനം മേയർ ബീന ഫിലിപ്പ് നിർവഹിക്കും. ഫാദർ ജെൻസൺ പുത്തൻവീട്ടിൽ, റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ സന്തോഷ് ശ്രീധർ തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുക്കുമെന്നും സംഘാടകർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട്ട് സംഘടിപ്പിച്ച ഇൻഡോ ട്രാൻസ് വേൾഡ് ചേംബർ ഓഫ് കൊമേഴ്സ് ബിസിനസ് കോൺക്ലേവ് ശ്രദ്ധേയമായി. വൈവിധ്യവൽക്കരണമാണ് കുടുംബ ബിസിനസ്സുകളുടെ വിജയരഹസ്യമെന്ന് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്ത മേയർ ബീന ഫിലിപ്പ് പറഞ്ഞു. കാലിക്കറ്റ് ട്രേഡ് സെന്ററിലായിരുന്നു ഒരു പകൽ പിന്നിട്ട കോൺക്ലേവിന് വേദിയായത്. ഇൻഡോ ട്രാൻസ് വേൾഡ് ചേംബർ ഓഫ് കൊമേഴ്സ് സംഘടിപ്പിച്ച പൈതൃക സ്വത്തുക്കളുടെ രഹസ്യം, കുടുംബ ബിസിനസ്സുകളുടെ ശക്തി കോൺക്ലേവ് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. തലമുറ മാറ്റത്തിലൂടെയുള്ള വൈവിധ്യവൽക്കരണമാണ് കുടുംബ ബിസിനസ്സുകളുടെ വിജയത്തിന്റെ രഹസ്യമെന്ന് മേയർ പറഞ്ഞു. ഇവിടെ ഇരിക്കുന്ന പുതിയ തലമുറ ഉണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത്, ആ ബിസിനസ്സിന്റെ പുതിയ സാധ്യതകൾ അന്വേഷിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ അച്ഛനും നിങ്ങളുടെ മുത്തച്ഛനും ഒക്കെ ബന്ധമുള്ളവരൊക്കെ പലപ്പോഴും നിങ്ങളെ ഉപദേശിക്കാനോ നിങ്ങൾക്ക് സഹായം തരാനോ ഒരു പരിധിവരെ നിങ്ങളെ ഒരു കടക്കണിയിൽ രക്ഷിക്കാനോ അവരുണ്ടാവും. അങ്ങനെ ഉണ്ടാവണമെങ്കിൽ ആ സ്നേഹബന്ധങ്ങൾ നിങ്ങൾ തുടർന്ന് കൊണ്ടുപോകണം. ITCC ചെയർമാൻ അഡ്വക്കേറ്റ് അബ്ദുൽ കരീം പാഴേരിയിൽ അധ്യക്ഷനായി. ITCC കണക്ട് ലോഞ്ചിംഗ് മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ PV ചന്ദ്രൻ നിർവഹിച്ചു. മോഹൻ ജി, സന്തോഷ് ബാബു, VK മാധവ് മോഹൻ, അൻവർ സാം, മധു ഭാസ്കരൻ, AM ആഷിഖ്, K സുരേഷ്, സഹല പർവീൻ എന്നിവർ വിവിധ സെഷനുകളിൽ ക്ലാസ് എടുത്തു. തുടർന്ന് ദി ഗ്രാൻഡ് ഗോൾഡ് ലോഗോ ലോഞ്ച് ചെയർമാൻ ഷുക്കൂർ കിനാലൂർ നിർവഹിച്ചു. എക്സിക്യൂട്ടീവ് ഡയറക്ടർ നിഷാന്ത് തോമസ് ബിസിനസ് പ്ലാൻ അവതരിപ്പിച്ചു. ഡോക്ടർ സന്തോഷ് ശ്രീധർ, മെഹറൂഫ് മണലൊടി, KV സക്കീർ ഹുസൈൻ, K സുരേഷ്, രാജേഷ് ശർമ്മ തുടങ്ങിയവർ സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയുക്ത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിനെ സന്ദർശിച്ച് വയനാട് MP പ്രിയങ്ക ഗാന്ധി. ലോക ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26-ന് 2 മില്യൺ പ്ലഡ്ജ് സംഘടിപ്പിക്കാൻ ഒരുങ്ങി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത്. കായിക വകുപ്പ് സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ സന്ദേശയാത്ര മെയ് 8-ന് കോഴിക്കോട് ജില്ലയിൽ. പച്ചക്കറി ഫലവർഗ കൃഷിയിൽ നൂറുമേനി വിളയിച്ച് നരുക്കിനിയിലെ സുബൈർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God, Chemanur International Jewelers.